അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹവസന്തം എന്ന റബീഹി ക്യാമ്പയിനിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുത്തായ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10ഓളം അടയാളങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരടയാളമായി മഹാനായ ഇമാം ഖസ്വല്ലാനി റഹിമഹുല്ലാ നമ്മെ പഠിപ്പിച്ചു തരുന്നത് മഹബ്ബത്തു ഹദീസിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് അവിടുത്തെ തിരു ഹദീസു ഷരീഫിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവുക എന്നത്. മഹാരഥന്മാരായിരിക്കുന്ന ആലിമീങ്ങളായിരിക്കുന്ന സ്വഹാബത്തെ കിറാം, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാർ അവർ എത്രത്തോളമായിരുന്നു മുത്തായ റസൂലിൻ്റെ ഹദീസിനും അവിടുത്തെ സദസ്സുകൾക്കുമൊക്കെ കൊടുത്തിരുന്ന വലിയ ഒരു ആദരവും അവരുടെ ബഹുമാനവുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് മഹാനായ മിസ്ഹബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നിറം മാറുകയും സദസ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ അവിടുന്ന് കുനിഞ്ഞിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ റഅയ്തു മാ റഅയ്തു ലമാ അൻകർതും അലാ മാ തറൗന എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ സദസ്യരോട് പറയുകയാണ്. ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതിനെക്കുറിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരുമായിരുന്നില്ല, എൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കുറ്റപ്പെടുത്തുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ഓരോ സ്വഹാബികൾ അവിടുന്ന് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പറയുന്ന സമയത്ത് അവർക്കുണ്ടായ ആദരവിൻ്റെയും മര്യാദയുടെയും രീതി അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, മഹാനായിരിക്കുന്ന മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു എന്നിവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ മുഹദ്ദിസും ഖാരികളേക്ക് നേതാവായിരുന്നു. മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ ഹദീസ് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കരയുകയും, അപ്പോൾ അദ്ദേഹം കരയുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും. പക്ഷേ അതിനുശേഷമല്ലാതെ, അങ്ങനെ കരഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചതിന് ശേഷമല്ലാതെ അദ്ദേഹത്തിന് ഒരു ഹദീസും പറയാൻ സാധിച്ചിരുന്നില്ല. ലാ നകാദു നസ്അലുഹു അൻ ഹദീസിൻ അബദൻ ഇല്ലാ യബ്കി ഹത്താ നർഹമുഹു എന്ന് മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, മഹാനായിരിക്കുന്ന ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ധാരാളം തമാശ പറയുകയും ധാരാളം പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഫഇദാ ദക്കറ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞാൽ ഇസ്ഫറ മാ റഅയ്തുഹു യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ ത്വഹാറത്തിൻ എന്ന അദ്ദേഹത്തെക്കുറിച്ച് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ധാരാളം തമാശ പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം മഞ്ഞക്കുകയും എന്ന് പറഞ്ഞാൽ ശരീരം വിവർണമാവുകയും റസൂലുള്ളാഹിയോടുള്ള ആ ഒരു തഅലീമിൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറുകയും, എന്നിട്ട് ശുദ്ധിയോടുകൂടിയല്ലാതെ ശുദ്ധീകരിച്ചു കൊണ്ടല്ലാതെ അദ്ദേഹം തിരു ഹദീസുകൾ പറയാൻ സന്നദ്ധനായിരുന്നില്ല എന്ന് മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നു. അന്നഹു ഖദ് നസഫ മിൻഹു ദമു വഖദ് ജഫ ലിസാനുഹു ഫീ ഫമിഹി ഹൈബത്തൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹൈബത്ത്, ആ ഒരു ഭയഭക്തി കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ചോര ഒലിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ശരീരം ചുവന്ന് തുടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഹൈബത്ത് കാരണം തൊണ്ടയിലെ നാവ് വെള്ളം വറ്റി വരളുന്നൊരവസ്ഥ അദ്ദേഹത്തിന് വരുമാറുണ്ടായിരുന്നു. ആ ഒരവസ്ഥ ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കാണുമായിരുന്നുവെങ്കിൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കില്ലായിരുന്നു. മാത്രമല്ല, അദ്ദേഹം നിർത്തുന്നില്ല. ഞാൻ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോകാറുണ്ട്. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിച്ചാൽ അവിടുന്ന് കണ്ണുനീർ തുള്ളികൾ ബാക്കിയില്ലാത്ത വിധം അദ്ദേഹം കരയാറുണ്ടായിരുന്നു. എന്ന് മഹാനവറുകൾ പറയുകയാണ്. കണ്ണുനീർ ബാക്കിയില്ലാത്ത രീതിയിൽ തുടരെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇമാം സുഹരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോകാറുണ്ട്.
അദ്ദേഹമാവട്ടെ ജനങ്ങളുമായി കൂടുതൽ ബന്ധമുള്ളവരും ധർമ്മം ചെയ്യുന്നവരുമായിരുന്നു മഹാനായിരിക്കുന്ന സുഹരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പരസ്പരം അറിയാത്ത പോലെ അദ്ദേഹം ഒരു പരിഭ്രാന്തനായിക്കൊണ്ട് അദ്ദേഹം പെരുമാറുന്നതായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഫകഅന്നഹു മാ അറഫക വലാ അറഫ്തഹു, നിങ്ങളെ അറിയാം പക്ഷെ നിങ്ങൾ അറിയാത്തതുപോലെ, എന്തോ ഒരു പരിസരബോധം നഷ്ടപ്പെടുന്നത് പോലെ റസൂലുള്ളാഹിനോടുള്ള ആ ഒരു ഹൈബത്തിൻ്റെ പേരിൽ, അവിടുത്തോടുള്ള ആ ഒരു അതിരറ്റ സ്നേഹത്തിൻ്റെ പേരിൽ അവർ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവരിൽ നിന്നുണ്ടാകുമായിരുന്നു. മാത്രമല്ല, ഞാൻ മഹാനായിരിക്കുന്ന സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുകയും വലിയ ആരാധനകൾ നിർവഹിച്ചിരുന്ന മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിച്ചാൽ അവിടുന്ന് കരഞ്ഞ് അവസാനം കരച്ചിൽ നിൽക്കാതെയാകുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാറുണ്ടായിരുന്നു. ഫഇദാ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബക്ക, അദ്ദേഹം കരയും. ഫലാ യസാലു യബ്കി, അങ്ങനെ അദ്ദേഹം കരഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്താ യഖൂമു നാസു അൻഹു വയത്റുകൂനഹു, ജനങ്ങൾ അദ്ദേഹത്തെ തൊട്ട് ഉപേക്ഷിച്ച് ഈ കരച്ചിൽ ഇപ്പോഴൊന്നും നിൽക്കുന്നില്ല എന്ന് കണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ അവിടെ ഇട്ടുകൊണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കഴിയട്ടെ എന്ന് കരുതി ഇങ്ങനെ കാത്തു നിൽക്കുമെങ്കിലും കരച്ചിൽ അടക്കാനാവാത്ത അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കാരണം സദസ്സിൽ നിന്ന് സദസ്യർ എഴുന്നേറ്റ് പോകുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടെന്ന് മഹാനായിരിക്കുന്ന മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതാണ് പറഞ്ഞത്, ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര കരയുന്നത്, ഇത്ര ഹൈബത്ത് എന്തിനാണ് നിങ്ങൾക്ക് എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുമായിരുന്നില്ല എന്ന് മഹാനായിരിക്കുന്ന മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. അത്രമേൽ ബഹുമാനമായിരുന്നു മഹാനവറുകൾക്ക് റസൂലുള്ളാഹിയോട്. അവിടുത്തെ മദീനത്തു ഷരീഫിൽ അദ്ദേഹം ചെരിപ്പിടാൻ കൂട്ടാക്കിയിരുന്നില്ല. റസൂലിൻ്റെ പാദം പതിഞ്ഞ മണ്ണാണ് എന്നുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊക്കെ റസൂലുള്ളാഹിനെ, അവിടുത്തെ തിരു ഹദീസുകളെയൊക്കെ വലിയ രീതിയിൽ ബഹുമാനിച്ചിരുന്ന മഹത്തുക്കളായിരുന്നു നമുക്ക് മുൻപ് കഴിഞ്ഞു പോയത്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഹദീസ് നടക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ തേളുകുത്തുക, പലതവണ തേളുകുത്തിയിട്ടും അദ്ദേഹം അതേ ഇരുത്തം തന്നെ ഇരുന്നു കൊണ്ട് തിരു ഹബീബിൻ്റെ ഹദീസു ഷരീഫിനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അതിൻ്റെ സദസ്സിലാണ് ഞാൻ ഉള്ളതെന്ന് മനസ്സിലാക്കി അതിൻ്റെ പവിത്രത അതുകേടാകുമോ എന്ന് പേടിച്ചതിൻ്റെ പേരിൽ പലതവണ തേള് വന്ന് കുത്തിയിട്ടും അദ്ദേഹം അതേ ഇരുത്തം ഇരുന്നു കൊണ്ട് ആ ക്ലാസ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. എന്തിനു വേണ്ടി? റസൂലുള്ളാഹിയോടുള്ള അടങ്ങാത്ത ഇന്നമാ സബർതു ഇജ്ലാലൻ ലി ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ക്ഷമിച്ചത്, ഞാൻ അവിടെ സഹിച്ചിരുന്നത് റസൂലുള്ളാഹിയുടെ ഹദീസിനോടുള്ള മഹത്വം, അതിൻ്റെ ആ വളർമ്മ, അതിൻ്റെ ആ ഉന്നതിയെ മനസ്സിലാക്കിക്കൊണ്ടാണ്. യാ അബ അബ്ദില്ല, അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു എന്നാണ്. യാ അബ അബ്ദില്ല ലഖദ് റഅയ്തുൽ യൗമ മിൻക അജബ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായിരുന്നു മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിപ്പേരായിരുന്നു അബു അബ്ദില്ല. അല്ലയോ അബു അബ്ദില്ല എന്നവരെ, നിങ്ങളിൽ നിന്ന് വലിയൊരു അത്ഭുത സംഭവമാണല്ലോ ഞങ്ങൾ ദർശിച്ചത്. തേള് കുത്തിയിട്ടും നിങ്ങൾ അതേ സ്ഥാനത്ത് തന്നെ ഇരുന്നു. അപ്പോഴാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്, റസൂലുള്ളാഹിന്റെ ഹദീസിനെ ബഹുമാനിച്ചതിന് വേണ്ടി, ഈ ജിലാലല്ലി ഹദീസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുവേണ്ടിയാണ് ഞാൻ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്ന് ആ ഹദീസിൻ്റെ ക്ലാസ് ഞാൻ പൂർത്തീകരിച്ചതെന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്നില്ല. ഹദീസിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അടങ്ങാത്ത സ്നേഹവും ബഹുമാനവും ഒക്കെ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായി. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞിരുന്നതെന്നാണ്. അങ്ങനെ വീട്ടിലേക്ക് ഹദീസ് പഠിക്കുന്നതിന് വേണ്ടിയും മസ്അലകൾ പറയുന്നതിന് വേണ്ടിയും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഒക്കെ പല ആളുകൾ വരുമാറുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുമെന്നാണ്, നിങ്ങൾ എന്തിനാണ് വന്നിട്ടുള്ളത്? ഹദീസ് പഠിക്കുന്നതിന് വേണ്ടിയാണോ അതോ മസ്അലകൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണോ? അങ്ങനെ മസ്അലകൾ ചോദിച്ച് മനസ്സിലാക്കാനാണെന്ന് അവർ പറഞ്ഞാൽ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് മസ്അലകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ്. എന്നാൽ ഹദീസു ഷരീഫിനെ കുറിച്ച് പഠിക്കാനാണ് വന്നതെങ്കിൽ പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ശുദ്ധീകരിച്ച് സുഗന്ധം പൂശി തയ്യാറായിക്കൊണ്ട് മാത്രമായിരുന്നു ഹദീസിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു രീതിയിൽ ഹബീബായ റസൂലുള്ളാഹിയുടെ ഹദീസിനെ, അവിടുത്തെ വാക്കിനെയും പ്രവൃത്തിയെയും മൗനാനുവാദങ്ങളെയുമാണ് നമ്മൾ ഹദീസ് എന്ന് പറയുക. ആ ഹദീസിനെ അംഗീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നത് മുത്തായ റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. മഹാനവറുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ മസ്ജിദു നബവിയിൽ വെച്ചുകൊണ്ടായിരുന്നു ഹദീസിൻ്റെ ക്ലാസ്സുകളും അവിടുത്തെ ദർസുകളും ഒക്കെ നടത്തിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന സമയമായപ്പോൾ രോഗാതുരനായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദർസും മറ്റു ക്ലാസ്സുകളും വീട്ടിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ മഹാനവറുകൾ ആദ്യമൊന്നും അതിൻ്റെ കാരണം പറയാൻ തയ്യാറായില്ലെങ്കിലും മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്നാണ്, എന്താണ് നിങ്ങൾ ക്ലാസ് ഇവിടേക്ക് മാറ്റാനും കാരണം? ഏറ്റവും അഫ്ളലായ സ്ഥലമാണല്ലോ മുത്തു റസൂലുള്ളാഹിന്റെ മസ്ജിദു നബവി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ലൗലാ അന്നി ഫി ആഖിരി യൗമിൻ മാ അഖ്ബർതുകും മറളി
സലിസു ബൗലിൻ എന്നാണ് മഹാനായിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ അവസാന കാലഘട്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയം പറയുന്നത്. എൻ്റെ രോഗം മൂത്രവാർച്ചയായിരുന്നു. ആ മൂത്രവാർച്ചക്കാരനായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നതിനെ, അതിലേക്ക് പ്രവേശിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ദർസ് പള്ളിയിൽ നിന്ന് മാറ്റിയതെന്ന് അദ്ദേഹം മറുപടി കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരളവിൽ പരിശുദ്ധമായിരിക്കുന്ന ഹദീസു ഷരീഫിനെ സ്നേഹിക്കാൻ, പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കണമെന്ന് നമ്മൾ പറഞ്ഞതുപോലെ പരിശുദ്ധ ഹദീസു ഷരീഫിനെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാവണം. അത് ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായി മഹാനായിരിക്കുന്ന ഖസ്തല്ലാനി റഹിമഹുല്ലാ പറഞ്ഞു തരുന്ന അടയാളം ഹബീബായ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ ഉമ്മത്തിനോട് കരുണ കാണിക്കുക എന്നത്. മരണശയ്യയിൽ പോലും മുത്തായ ഹബീബ് ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള വ്യാകുലതയിലായിരുന്നു അവിടുന്നോട് ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. റസൂൽ തന്നെയാണ് നാളെ മഹ്ശറയിൽ ഓരോരുത്തരും നഫ്സി നഫ്സി നഫ്സിയാ എന്ന് പറയുന്ന സമയത്ത് ഉമ്മത്തി 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 എന്ന് പറഞ്ഞുകൊണ്ട് മുത്തായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ കരപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ആ ഹബീബായ റസൂൽ, ആ റസൂലിൻ്റെ ഉമ്മത്തിനോട് കരുണ ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത് നബിവാസികൾക്ക് കരുണ ചെയ്യുന്നവരും കൃപ കാണിക്കുന്നവരുമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ. ആ റസൂലിൻ്റെ സ്വഭാവം അത്തഖല്ലുഖു ബി അഖ്ലാഖിഹി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച റസൂലുള്ളാഹിന്റെ ഈ സ്വഭാവം നമ്മളിലേക്കും നമ്മൾ പകർത്താൻ തയ്യാറാവണം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹം നമുക്കുണ്ടായിരിക്കണമെന്നാണ്. വളരെ പ്രസിദ്ധമായൊരു ഹദീസാണല്ലോ, 3 കാര്യങ്ങൾ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ എന്ന് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 3 കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരുവളിൽ ഉണ്ടായാൽ അവന് ഈമാനിൻ്റെ മാധുര്യം അവന് അനുഭവിക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹിയുടെ പ്രസിദ്ധമായൊരു ഹദീസാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും റസൂലുമായിരിക്കണം മറ്റെന്തിനേക്കാളും അവൻ്റെ ജീവിതത്തിലേക്ക് പ്രിയം നിറഞ്ഞവൻ. അങ്ങനെ ഒരാളാകുന്ന സമയത്ത് അവൻ ദീനിൻ്റെ പരിശുദ്ധ ഈമാനിൻ്റെ ഹലാവ മധുരം അനുഭവിക്കാൻ കഴിയും. ഏത് അമലുകൾ ചെയ്യുന്ന സമയത്തും അവരൊരു ലദ്ദത്ത്, ഒരു രസം ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധന നിർവഹിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ. അതിലൊന്നാണ് അള്ളാഹുവും റസൂലുമായിരിക്കണം മറ്റെന്തിനേക്കാളും അവൻ ഈ ലോകത്ത് പ്രിയം നിറഞ്ഞത്. രണ്ടാമതായിട്ട് അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരു വ്യക്തിയെ അവൻ ഇഷ്ടപ്പെടുക, ആ വ്യക്തിയെ അവൻ ഇഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? അയാളോടൊത്തുള്ള സമ്പർക്കത്തിൽ എനിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വരുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഏറി വരുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുക. മൂന്നാമതായി അയ്യക്റഹ അൻ അയഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ദലാലത്തിനെ തൊട്ട് കുഫ്രിയത്തിനെ തൊട്ട് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധരായിരിക്കുന്ന മുഅ്മിനീങ്ങളായി ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി. അതിനുശേഷം ആ കുഫ്രിയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതിനെ, അവനെ തീയിലിടപ്പെടുന്നതിനേക്കാൾ അവന് വെറുപ്പുണ്ടാകുന്നത് വരെ. ഒരാളെ പിടിച്ചുകൊണ്ട് തീയിലിടുമ്പോൾ അവൻ എത്രത്തോളം വെറുപ്പ് അനുഭവപ്പെടും, അത്രത്തോളം വെറുപ്പ്, അതിനേക്കാൾ വെറുപ്പ് പരിശുദ്ധ ദീനിൽ നിന്ന് തിരിച്ചു പോകുന്ന ചിന്തയെക്കുറിച്ച് അവനുണ്ടാവണമെന്നാണ്. ആ ഒരു ചിന്ത തീയിലിടപ്പെടുന്നതിനേക്കാൾ കഠിനമായിട്ട് അവൻ അനുഭവപ്പെടണം. ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറാവാത്ത മാനസികാവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവന് ദീനിൻ്റെ ഹലാവ, ദീനിൻ്റെ രസം അനുഭവിക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഇത് നേടിയെടുത്തവരായിരുന്നു പരിശുദ്ധരായിരിക്കുന്ന സ്വഹാബത്തെ കിറാം. അവരൊക്കെ അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും അവർ സ്നേഹിച്ചിരിക്കുകയാണ്. മഹാനായിരിക്കുന്ന അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് മുറിവേറ്റപ്പോൾ തൻ്റെ പിതാവ് മാലിക് ഇബ്നു സിനാൻ എന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം അവിടുന്ന് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് അത് ഊമ്പിയെടുത്തുകൊണ്ട് വിഴുങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് തശ്റബുദ്ദമ നഅം അശ്റബുദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ രക്തം കുടിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലത ദമി ബിദമിഹി ലാ യമസ്സുഹുന്നാർ, എൻ്റെ രക്തം, അതായത് മുത്തു ഹബീബിൻ്റെ രക്തം അദ്ദേഹത്തിൻ്റെ രക്തവുമായി കലർന്നതുകൊണ്ട് ആ രക്തത്തെ നരകം സ്പർശിക്കുകയില്ല എന്ന്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു കാഠിന്യത്തിന്, അഗാധമായ സ്നേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇരുലോകത്തും രക്ഷപ്പെടുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. മഹാനവറുകൾ റസൂലുള്ളാഹിൻ്റെ വഫാത്തിനു ശേഷം അവിടുന്ന് ബാങ്ക് വിളി അവസാനിപ്പിച്ച് ഷാമിലേക്ക് പോയി. അങ്ങനെ ഒരിക്കൽ ഉറക്കത്തിൽ മുത്തായ റസൂലുള്ള വരികയും, യാ ബിലാലു ജഫൗതന, അല്ലയോ ബിലാൽ, താങ്കൾ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? എന്താണ് മദീനയിലേക്ക് വിട്ടുപോയി യാതൊരു വിവരവുമില്ല, താങ്കൾ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? വഖറജ്ത മിൻ ജിവാരിന ഫഖ്സുദ് ഇലാ സിയാറത്തിന എന്ന് മുത്തായ റസൂൽ അവിടുന്ന് സ്വപ്നത്തിൽ വന്നുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ചരിത്രം നമുക്കറിയാം. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തായ റസൂൽ തങ്ങളെ സിയാറത്ത് ചെയ്യണമെന്ന് സ്വപ്നത്തിൽ വന്ന് ദർശനം കൊടുക്കുകയും മഹാനവറുകൾ മുത്തായ റസൂലിൻ്റെ മഹത്തായ ഹുജ്റ ഷരീഫിൽ വന്നുകൊണ്ട് അവിടുന്ന് കരഞ്ഞ്, അവിടുന്ന് കണ്ണുനീർ വാർത്ത പിന്നീട് ബാങ്ക് വിളിച്ചതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പം അവരൊക്കെ സ്വന്തം ശരീരങ്ങളെക്കാൾ അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും അവർ സ്നേഹിച്ചപ്പോൾ, മുഅ്മിനീങ്ങളെ അവർ സ്നേഹിച്ചപ്പോൾ അവർ യഥാർത്ഥ മുത്തു റസൂലിൻ്റെ ഉമ്മത്തിൽ ഉൾപ്പെട്ടു. അവർ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി മാറി. ഇത്രയും കാര്യങ്ങളാണ്, ഈ 12 കാര്യങ്ങളാണ് മഹാനായ ഇമാം ഖസ്വല്ലാനി റഹിമഹുല്ലാ തൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നമ്മെ പഠിപ്പിച്ചു തന്നത്. 12 കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് അനുസ്മരിക്കാം. ഒന്നാമതായി റസൂലുള്ളാഹിയെ പിൻപറ്റുക, അവിടുത്തെ അനുസരിച്ച് ജീവിക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയമമാക്കിയ കാര്യങ്ങളെ തൃപ്തിപ്പെടുക. മൂന്നാമത്തതായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും റസൂലുള്ളാഹിയെയും ദീനിനെയും സഹായിക്കുക. 4 നബി തങ്ങളുടെ സ്വഭാവം അത്തഖല്ലുഖു ബി അഖ്ലാഖിഹി, നബി തങ്ങളുടെ സ്വഭാവം നമ്മൾ ശീലമാക്കുക. 5-മതായി ധാരാളം റസൂലിനെ കുറിച്ച് അനുസ്മരിച്ചു കൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക. 6-മതായി അനുസ്മരിക്കുമ്പോൾ റസൂലുള്ളാഹിയോടുള്ള പേടിയും ഭക്തിയും അശക്തിയും നമ്മൾ പ്രകടിപ്പിക്കുക. 7-മതായി റസൂലുള്ളാഹിനെ കാണാനുള്ള അതിയായ കൊതി നമ്മളിൽ ഉണ്ടാവുക. 8-മതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക. 9-മതായി റസൂലുള്ളാഹി ദേഷ്യം വെച്ച ആളുകളോട് നമ്മളും ദേഷ്യം വെക്കുക. 10-മതായി ഖുർആനിനെ നമ്മൾ സ്നേഹിക്കുക. 11-മതായി തിരു ഹദീസു ഷരീഫിനെ നമ്മൾ സ്നേഹിക്കുക. 12-മതായി റസൂലുള്ളാഹിയുടെ ഉമ്മത്തിനെ നമ്മൾ സ്നേഹിക്കുക, അവരോട് കരുണ ചെയ്യുക. ഈ 12 കാര്യങ്ങളാണ് മഹാനവറുകൾ റസൂലുള്ളാഹിയോട് നമുക്ക് സ്നേഹമുണ്ടോ എന്നത് മനസ്സിലാക്കാനുള്ള അടയാളമാക്കി പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു ആദരവായ റസൂലിനെ സ്നേഹിക്കുകയും അവിടത്തോട് പിൻപറ്റുകയും ചെയ്യുന്ന പരിപൂർണ മുഅ്മിനീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.